സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ മന്ത്രി വീണ ജോർജിനെ വധിക്കാൻ ശ്രമിച്ചു എന്നുള്ള കേസിൽ ജയിലിൽ ആയിരുന്ന 5 KSU പ്രവർത്തകർക്ക് ഇന്ന് ജാമ്യം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ ജാമ്യം കിട്ടി അത് കോടതി പറയുന്നത് അവർ ആയുധമൊന്നും ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ തന്നെ മെഡിക്കൽ റിപ്പോർട്ടുണ്ട്, ആയുധം കൊണ്ടൊരു ഒരു അടിയോ പിടിയോ ഒന്നും അവർക്കുണ്ടായിട്ടില്ല. അങ്ങനെ അവർക്ക് ജാമ്യം കൊടുത്തു. ഇപ്പോൾ കോടതി വിധിയാണ്. അപ്പം ഞാൻ പറയാൻ വരുന്നത്, ഈ മുതിർന്ന നേതാക്കന്മാർ ഈ നാട്ടിൽ കലാപം ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഗോവിന്ദനൊക്കെ പറഞ്ഞത് ഗറില്ല ആക്രമണമാണ് നടത്തിയത്. ഗറില്ല ആക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നൊക്കെ പുള്ളിക്കാരൻ എന്നിട്ട് പത്രക്കാരോട് വിശദീകരിക്കുകയൊക്കെ ചെയ്യുന്ന കേട്ടു. അറിയില്ലേ എന്ന് പറഞ്ഞാൽ വളരെ ചിരിച്ചിരിക്കും അത് പുള്ളിക്കാരൻ. അത് പുള്ളിയുടെ ഒരു ബ്രാൻഡാണ്, അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, ചിരിക്കും. അതുപോലെ നമ്മുടെ ഒരു 3 ജയരാജന്മാരിൽ ഒരുത്തരുണ്ടല്ലോ, ഒരു എം വി ജയരാജനാണെങ്കിൽ മന്ത്രി ഡെമോ വരെ കാണിച്ചു. മന്ത്രി അങ്ങോട്ട് തിരിയുന്നു, പുള്ളി ഒരു കസേര നിർണ്ണിച്ച് പുറകുവശമൊക്കെ കാണിച്ചു ആക്രമിച്ച രീതിയെ പറ്റിയൊക്കെ. പുള്ളി പറയുന്നത് മന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. ഒരു കരിങ്കൊടിയും കൊണ്ട് എങ്ങനെ മന്ത്രിയെ വധിക്കാൻ ശ്രമിക്കുന്നത്? ഇപ്പം ഇവരൊക്കെ പറഞ്ഞിട്ട് അന്ന് വൈകിട്ട് ഈ DYFIക്കാരും മാർക്സിസ്റ്റുകാരും SFIക്കാരും ഒക്കെ എന്തെല്ലാം അക്രമങ്ങൾ അഴിച്ചു വിട്ടു. ഇനി അതിനൊക്കെ ആരാ ഉത്തരവാദിത്വം പറയണ്ടേ? അപ്പോൾ ഇങ്ങനെ ഒരു ഷംസീറിന് സീറ്റോ കിട്ടിയിട്ടില്ല ഇത്രയൊക്കെ കാണിച്ചിട്ടും. ഷംസീർ ഉണ്ടാക്കിയ ഒരു തിരക്കഥയ്ക്കകത്ത് മന്ത്രിയുടെ അഭിനയവും ഈ നേതാക്കന്മാരുടെ എല്ലാം കൂടെ ഈ മേമ്പൊടിയും കൂടെ ആയപ്പോഴത്തേന് സംഗതി ഉഷാറായെന്നാണ് ഇവർ വിചാരിച്ചത്. പക്ഷെങ്കിൽ സത്യം എപ്പോഴും സത്യം തന്നെയായിരിക്കും. ഒരിക്കലും ഒരിച്ചിരി ലേറ്റ് ആയാലും സത്യം വിജയിക്കും എന്ന് ഉള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്ന് മാർക്സിസ്റ്റുകാർ മനസ്സിലാക്കണം. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കുത്സിത പ്രവർത്തനങ്ങൾ നടത്താതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.